പൊതുവെ എല്ലാവർക്കും ഈ കേക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. പക്ഷേ മിക്കവാറും എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കാനുള്ളൊരു അറ്റംപ്റ്റ് നടത്താറില്ല. ചിലർക്ക് കേക്ക് ഉണ്ടാക്കാനേ അറിയില്ലായിരിക്കും. ചിലവരാണെങ്കിൽ കേക്ക് ഉണ്ടാക്കൽ ഭയങ്കര ടാസ്ക് ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്നാൽ റെയർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ വിചാരിക്കും കേക്ക് ഉണ്ടാക്കാനുള്ള ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് സ്പെഷ്യലായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മളെ കയ്യിലില്ല, അതുപോലെ ബീറ്ററില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, ഫ്രോസ്റ്റിംഗ് ഒക്കെ ഭയങ്കര ടഫാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ആ സാധനങ്ങളൊന്നും കയ്യിലില്ലാത്തത് കൊണ്ട് കേക്ക് ആക്കാതിരിക്കുന്നവരും ഉണ്ടാവും. അതിനെല്ലാം ഒരു പരിഹാരമായിട്ടാണ് ഈ ഒരു കേക്ക് വരുന്നത്. ഇത് പാൻ കേക്കാണ്. ഇത് കൊറിയൻ മാംഗോ പാൻ കേക്ക് എന്നൊക്കെ പറയുന്ന നമ്മളെ ദോശത്തട്ടിൽ ദോശ ചുട്ടെടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ്. നമ്മളെ മലബാറുകാരുടെ ഏലാഞ്ചിയായിട്ട് ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഒരു റെസിപ്പിയാണ് ഈ കേക്കിൻ്റെ. ഏലാഞ്ചി ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ അത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാനത് മാംഗോ ഫ്ലേവറിലാണ് ചെയ്യുന്നത്. ഇത് ലെയറായിട്ടും സിംഗിളായിട്ടും ഒക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എന്നതിലേക്ക് കിടക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. അതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വിസ്കൊന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര, മിക്സിയിൽ പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസും 1/2 ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. യെല്ലോ കളറിന് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫുഡ് കളർ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ അതൊരു ഹെൽത്തി വേയിൽ ചെയ്യുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് ടേസ്റ്റ് വ്യത്യാസമോ കാര്യങ്ങളൊന്നും വരില്ല. അതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. പഞ്ചസാര ഇതിലേക്ക് മെൽറ്റ് ആകുന്നത് വരെ എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ മൈദപ്പൊടി ചേർത്തു. കട്ട കെട്ടാതിരിക്കാൻ അരച്ചിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. അതിലേക്ക് പാലും ഒഴിച്ചു കൊടുക്കാം. ഈ കേക്കിന് മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അങ്ങനത്തെ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. കോൺഫ്ലോർ അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അൺസാൾട്ടഡ് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ബട്ടർ ചേർത്താൽ അതിൻ്റെ ഫ്ലേവറും കൂടെ നമുക്ക് അതിൽ കിട്ടും. അതില്ലാന്ന് വെച്ചിട്ട് ഇത് ഈ ഒരു കേക്ക് ആകാതിരിക്കുകയൊന്നുമില്ല. കയ്യിലില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ടും ഈ കേക്ക് ആക്കാവുന്നതാണ്. അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആ കേക്കിന് കിട്ടില്ല, അത്ര തന്നെ. ഇതിൻ്റെ എല്ലാം കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ അവസാനം ടെക്സ്റ്റ് ചെയ്ത് കൊടുത്തേക്കാം. അത് നോക്കിയിട്ട് എത്രയാണോ നിങ്ങൾ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ഉണ്ടാക്കിയ മാവ് അരിച്ച് 1 മണിക്കൂർ റെഫ്രിജറേറ്ററിൽ വെക്കാം. മാവ് ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ഒന്ന് വൈപ്പ് ചെയ്തെടുക്കണം. കേക്കിൻ്റെ പാകത്തിനാണ് വൈപ്പ് ചെയ്തെടുക്കേണ്ടത്. ഞാനത് ജസ്റ്റ് വിസ്ക് വെച്ചിട്ടാണ് വൈപ്പ് ചെയ്തെടുക്കുന്നത്. മിക്സിയിലോ ഇനി ഇലക്ട്രിക് ബ്ലെൻഡറൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കിത് വൈപ്പ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വൈപ്പ് ചെയ്തെടുക്കുന്നത് ഞാൻ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കണം. ഭയങ്കര ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണത്. ഞാനിവിടെ മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വിപ്പിംഗ് ക്രീം സ്റ്റിഫായി കഴിയുമ്പോൾ അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക്, അതുപോലെ മാംഗോയുടെ എസൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, ഓപ്ഷണലാണ്. 1 മണിക്കൂറിന് ശേഷം മാവെടുത്ത് ദോശ ചൂടാം. നമ്മൾ നോർമൽ ദോശ തവയിലാണെങ്കിൽ ഇതേ രീതിക്ക് ചെയ്ത് കൊടുക്കാം, ചുറ്റിച്ചിട്ട്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊക്കെ വേവിക്കാം. ഇത് ക്രിസ്പി ആകരുത്, അതുപോലെ കരിയരുത്. ജസ്റ്റ് വെന്ത് വരുമ്പോൾ തന്നെ മറിച്ചിടണം. ദോശ മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്കാവുമ്പോൾ തന്നെ അതെടുത്ത് മാറ്റാം, അല്ലെങ്കിൽ അത് ക്രിസ്പി ആയി പോകും. ഈ നോൺ സ്റ്റിക്ക് പാനിലാണ് നമ്മൾ ഈ ദോശ, ശരിക്കും പാൻ കേക്ക് എന്നാണ് ഇതിന് പറയുന്നത്, ഈ പാൻ കേക്ക് ചുട്ടെടുക്കുന്നെങ്കിൽ ഇതേ രീതിക്ക് ചുട്ടെടുത്താൽ മതി. ഞാനിതിലേക്ക് ഓയിലൊന്നും തേക്കാതെയാണ് ഈ ദോശ ചുട്ടെടുക്കുന്നത്. ഇത് ചുട്ടെടുക്കുമ്പോൾ തവ വെച്ചിട്ട് ചുറ്റിക്കുന്നതിനേക്കാട്ടും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു പാടൊന്നും വരാതെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ദോശ ഓരോന്നായി ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ദോശയാണ്, അതുപോലെ ഭയങ്കര ഫ്ലെക്സിബിളാണ്. ഒടുക്കുകയും മറിക്കുകയൊക്കെ ചെയ്യുമ്പം ഇത് പൊട്ടിപ്പോവുകയൊന്നും ചെയ്യാത്ത തരത്തിലുള്ള ദോശയാണ്. വിപ്പിംഗ് ക്രീമൊക്കെ പതപ്പിച്ച് സ്റ്റിഫാക്കി വെച്ചു. അതുപോലെ ദോശയും ചുട്ട് മാറ്റി വെച്ചു. ഇനി മാംഗോ കട്ട് ചെയ്ത് വെക്കണം. ഞാനിവിടെ മാംഗോ ഫ്ലേവറിലാണ് ചെയ്യുന്നത്. സ്ട്രോബെറി ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവറിലൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം. ഇങ്ങനെ പാൻ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പഴുത്ത മാങ്ങ, നല്ല മധുരമുള്ള പഴുത്ത മാങ്ങ തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇതിലേക്ക് ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് വിപ്പിംഗ് ക്രീം പതപ്പിച്ച് വെച്ചതും അതുപോലെ മുട്ടയും മൈദപ്പൊടിയൊക്കെ വെച്ചിട്ടൊരു നോർമൽ ദോശയും ചുട്ട് വെച്ചിട്ടാണുള്ളത്. അതിൻ്റെ കൂടി ഈ മാംഗോ കൂടെ ബൈറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഈ കേക്ക് ഉണ്ടാക്കിയിട്ട് കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്, അതുപോലെ സിമ്പിളാണ്. പിന്നെ നമ്മളെ വീട്ടിലെ മാങ്ങയൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ അത്യാവശ്യം ഹെൽത്തി വേയിൽ പ്രിപ്പയർ ചെയ്തതായിട്ടും എടുക്കാമല്ലോ. ഞാൻ ഈ കേക്കിന് വേണ്ടി ഇതേ രീതിക്കാണ് മാങ്ങ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിലും വീതി കൂട്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിലും മാംഗോ കട്ട് ചെയ്യാം. ഇതിലും നീളം കൂടിയിട്ടുള്ള മാങ്ങയാണെങ്കിൽ, ഒരുപാട് നീളം കൂടിയിട്ടുള്ളതാണെങ്കിൽ അത് ഹാഫായി 2ആക്കി മുറിച്ചെടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ലെയറായിട്ടൊക്കെ ചെയ്യുമ്പം അത് ഫോൾഡ് ചെയ്തെടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാകും. അത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ഈ മാങ്ങയുടെ അളവ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫ്രൂട്ട്സിൻ്റെ അളവ് ഇതിലും കൂടുതലാക്കിയിട്ട് എടുക്കാം. ഇതിലും ഇനിയും കുറച്ചാൽ നമുക്കൊട്ടും ബൈറ്റ് ചെയ്യാൻ കിട്ടാതെ വരും. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും എടുക്കണം. ഇനി വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഞാനീ കാണിക്കുന്നത് പോലെ നീളത്തിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ റെഡിയാക്കിയതിൽ 3 പാൻ കേക്ക് ഇതേപോലെ നിരത്തി വെക്കാം.
അതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന വിപ്പിംഗ് ക്രീമിൻ്റെ തിക്നെസ് ഇതിലും കൂട്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. ക്രീമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല തിക്കായിട്ട് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാൻ അധികം തിക്കായിട്ട് ചെയ്യുന്നില്ല. കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് നിങ്ങൾ കട്ട് ചെയ്ത ഫ്രൂട്ട് ഏതാണോ അത് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഞാൻ നമ്മുടെ മാങ്ങ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇത് കഴിക്കുമ്പോൾ ഒരുപാട് മാങ്ങ ബൈറ്റ് ചെയ്യണമെന്നാണെങ്കിൽ കുറച്ചും കൂടി അടുത്തടുത്തിട്ട് മാങ്ങ വെച്ച് കൊടുക്കാം. ഇത് കൊറിയൻ മാംഗോ കേക്ക് ലെയറായിട്ട് ചെയ്യുന്ന മെത്തേഡാണ്. ഇത് ഇതേ രീതിക്ക് 2 സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്തിട്ട് റോള് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്തെടുക്കാം. ദോശയുടെ മുകൾ വശത്തായിരിക്കും കുറച്ചുകൂടി നല്ല ഷൈനിങ്ങും ബ്രൈറ്റും യെല്ലോ കളറൊക്കെ ഉണ്ടാവുക. അത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് മുകൾ വശത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ് അടിവശത്ത് ക്രീമൊക്കെ തേച്ചിട്ട് സെറ്റ് ചെയ്യുന്നത്. ഈ നീളത്തിൽ ഫോൾഡ് ചെയ്തെടുത്തത് ഒന്ന് റോള് ചെയ്തെടുക്കാം ഇതുപോലെ. എന്നാൽ നമ്മുടെ ലെയേർഡ് ഐറ്റം റെഡിയായി. ഇനി സിംഗിൾ ആയിട്ടുള്ളത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകില്ലല്ലോ. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകില്ലല്ലോ. അത് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് സിംഗിൾ ആയിട്ടുള്ളത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദോശയുടെ അടിവശത്ത് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് എത്ര തിക്നെസ്സിൽ വേണം എന്നൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. ഒന്നുകിൽ ഈ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിൽ നേരത്തെ കട്ട് ചെയ്ത പോലെ നീളത്തിലുള്ള മാങ്ങ വെച്ചിട്ട് ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നീളത്തിലുള്ള മാങ്ങയാണ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടിയും വലുപ്പത്തിലാണ് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ല ഏലാഞ്ചിയൊക്കെ പോലെ ടവലൊക്കെ മടക്കിയതുപോലെ ചെറിയ റോൾസ് ആക്കിയിട്ടാണ് മടക്കി എടുക്കേണ്ടെങ്കിൽ ഇതുപോലെ മാംഗോ പീസസ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. മാംഗോയുടെ മേലെയും വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശേഷം ഇതുപോലെ ചെറിയ റോൾസ് ആക്കി എടുക്കുകയാണെങ്കിൽ കാണാൻ ഇതായിരിക്കും ഭംഗി. അതുപോലെ കഴിക്കാനും ഇതായിരിക്കും സൗകര്യം. ഇത് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. റെഫ്രിജറേറ്ററിൽ കീപ്പ് ചെയ്ത് തണുത്തതിന് ശേഷം ഫ്രീസറിലൊന്നും വെക്കണ്ട, ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുവാണെങ്കിൽ കുറച്ചും കൂടിയും നല്ല ടേസ്റ്റി ആയിരിക്കും. അല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞാൻ ലെയറായിട്ടുള്ള പാൻ കേക്കിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ ജസ്റ്റ് ഒരു പാൻ കേക്ക് എടുത്തിട്ട് അത് സിംഗിളായിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നും കൂടെ കാണിച്ചു തന്നതാണ്. നമ്മൾ ലെയറായിട്ട് ചെയ്ത കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. മാംഗോ പാൻ കേക്ക് റോള് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാനിതിൽ വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു ലെയർ ഒരുപാട് കട്ടിയായിട്ട് വെച്ചിട്ടില്ല. അത് നല്ല തിക്കായിട്ടാണ് വെച്ചിട്ടുള്ളതെങ്കിൽ റോൾ ഇതിലും വലുപ്പത്തിലും കിട്ടും. അത് കട്ട് ചെയ്യുമ്പം കുറച്ചും കൂടി വൈറ്റ് കളർ കൂടുതലൊക്കെ കിട്ടുമ്പം കാണാൻ നല്ല ഭംഗി, ഇതിലും ഭംഗിയുണ്ടാവും കാണാൻ. അതായത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം അവർക്ക് അതായിരിക്കും ഇഷ്ടപ്പെടുകയും ചെയ്യാം. ഈ ഒരു പാൻ കേക്കിൻ്റെ റോള് 2-3 പീസസ് ആക്കിയിട്ട് ഇതേ രീതിയിൽ നല്ല ഭംഗിയിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് തണുപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് സെർവ് ചെയ്യുന്നതാണ് നല്ലത്. ഇതിന് പകരം സ്ട്രോബെറി പോലെ ബെറീസ് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. വേറെ ഏതെങ്കിലും ഫ്ലേവർ നിങ്ങൾ കഴിച്ചിട്ടോ ഉണ്ടാക്കിയിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. മറ്റൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം.